ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മലയാളം ന്യൂസ് ആപ്പാണ്. ഇത് ഞാൻ തന്നെ ചെയ്തെടുത്ത ഒരു ആപ്പാണ്. ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ മലയാളം ന്യൂസ് എന്ന് കാണിച്ചതിന് ശേഷം ഒരു 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മെയിൻ മെനുവിലോട്ട് വരുന്നു. ഈ മെനുവിൽ ഞാനിവിടെ മലയാളത്തിലെ ഏകദേശം ന്യൂസ് ചാനലുകളുടെയും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ന്യൂസ് നമുക്ക് ആ ചാനൽ ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 10 ചാനലുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലൈഡ് ബാർ തുറക്കുമ്പോൾ അവിടെ ഷെയർ എന്നും എക്സിറ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഷെയർ കൊടുക്കുമ്പോൾ നമുക്ക് വാട്സപ്പ് വഴിയോ ജിമെയിൽ വഴിയോ അങ്ങനെ നമുക്ക് ഇതിൻ്റെ APK ഫയൽ ഷെയർ ചെയ്യാൻ സാധിക്കും. എക്സിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എക്സിറ്റ് ആയി പോകും. ഇപ്പോൾ ഞാൻ വീണ്ടും എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം 8ഓളം ചാനലുണ്ട്. ഞാനിപ്പോൾ ഒരു ചാനൽ 24 ന്യൂസ് ഓപ്പൺ ചെയ്യുമ്പം അത് നെറ്റ് സ്പീഡ് പോലെയാണ്, കുറച്ച് അല്പം സ്ലോ ആയിരിക്കും, പിന്നെ അത് ഓപ്പൺ ആവും. ഇപ്പം എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. ഇല്ലാത്ത നിങ്ങൾക്കിപ്പം ആശുപത്രികൾക്കും കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ആശുപത്രികളെയും നിങ്ങൾക്ക് ഈ ആപ്പ് ഞാൻ ഫയൽ ഫ്രീ ആയിട്ട് തരാം. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. 3795 രൂപ. നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ID കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം അതുവഴി കിട്ടുന്നതുമാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ അടുത്തൊരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് താഴെ അഡ്വർടൈസ്മെന്റ് കാണാം. ഇതാ ഇപ്പോൾ തുറക്കുന്നു. ഇത് മനോരമ ന്യൂസാണ്. സോ അത് നമുക്കിപ്പോൾ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇനി ഞാനിതിൻ്റെ നമ്മുടെ റൊട്ടേഷൻ ഒന്ന് ഓണാക്കുകയാണ്. റൊട്ടേഷൻ ഓണാക്കുമ്പോൾ ഇതിപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം പ്രശ്നമായിരുന്നു. അതാണ് എല്ലാ ആശുപത്രികളും അത് അതിൻ്റെ രോഗികളിൽ നിന്നും ഈടാക്കുന്ന ഫോണിന് നിരക്കുകൾ പ്രശ്നം കൊണ്ടാണ് അത് ആശുപത്രിക്കകത്തും ഉടനെ തന്നെ നേരെയായി വന്നത്. അവരുടെ സ്വന്തം വെബ്സൈറ്റിലും പ്രദർശിപ്പിക്കണം. കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക്, അത് ഫുൾ വ്യൂവിലായതുകൊണ്ട് മാത്രമാണ്. ഇതാണ് ആപ്പ്. ഞാൻ ഇനി ഈ ആപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ തരുന്ന ഈ AIA ഫയൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വയ്ക്കുക. കോഡിലാറിൽ AIA ഫയൽ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാൻ അറിയാവുന്നവർക്കെല്ലാം സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ തരുന്ന AIA ഫയലിൽ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നത്, നിങ്ങളുടെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഗൂഗിളിൽ കോഡിലാർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വരുന്നതിൽ കോഡിലാർ ഹോം എന്ന് പറയുന്ന ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കോഡിലാറിൻ്റെ വെബ്സൈറ്റിൽ പോകുന്നതായിരിക്കും. അവിടെ ക്രിയേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഒന്ന് സൈനപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID ഡീറ്റെയിൽസ് കൊടുത്ത് ജസ്റ്റ് സൈനപ്പ് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട്. സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെ ഒരു പേജ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു ഫയൽസും കാണത്തില്ല. ഇപ്പം ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനകത്ത് കാണുന്നത്. ഞാൻ ബ്ലഡ് ബാങ്ക്, അങ്ങനെ ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ, അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ആ ആപ്ലിക്കേഷൻസിൻ്റെ AIA ഫയലാണ് ഇതെല്ലാം. സോ ഞാൻ തരുന്ന AIA ഫയൽ നിങ്ങൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഇമ്പോർട്ട് പ്രോജക്റ്റ്, ക്രിയേറ്റ് പ്രോജക്റ്റ്, ഇമ്പോർട്ട് പ്രോജക്റ്റ് എന്ന 2 ഓപ്ഷൻ കാണാം. അതിൽ ഇമ്പോർട്ട് പ്രോജക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ടുണ്ട് ഫയൽ. സോ ആ ഫയൽ നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് എനിക്ക് ഇമ്പോർട്ട് ആകത്തില്ല, ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാനത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ എനിക്ക് ഇമ്പോർട്ട് ആകത്തില്ല, കാരണം ഞാൻ അത് ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സോ ഞാനിവിടെ എക്സ്പോ ന്യൂസ് എന്ന് പറയുന്ന ഒരു ഫയൽ നിങ്ങൾക്ക് കാണാം ആദ്യമായിട്ട്. അതായിരുന്നു എൻ്റെ AIA ഫയൽ. സോ അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് പിന്നീട് ഇതിന് ഇമ്പോർട്ട് ഒരു പ്രാവശ്യം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി കിടക്കുന്നതായിരിക്കും. സോ അത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. അതിന് കുറച്ച് സമയമെടുക്കും ഇതെല്ലാം ലോഡ് ആവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫയൽസ് എല്ലാം. സോ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് പ്രത്യേകിച്ച് കോഡുലാർ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി പരിചയമുള്ളവർക്ക് ഈസി ആയിരിക്കും, ബാക്കിയുള്ളവർക്ക് കുറച്ച് ടഫായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് AIA ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പേരുകളും നിങ്ങളുടെ ഇതിലോട്ട് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകളാക്കി എടുക്കുക. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസാണ്, ഫസ്റ്റ് സ്ക്രീൻ 1. സോ ഇവിടെ മലയാളം ന്യൂസ് എന്ന് കാണിക്കും. ഇത് ഞാൻ ഒരു ലോഗോ ആഡ് ചെയ്തതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ കുറേ സ്ക്രീനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ക്രീനിലും ഓരോ ചാനലിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 3 സെക്കൻഡ് കാണിക്കുന്ന ഫ്രണ്ട് സ്ക്രീനാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ മലയാളം ന്യൂസ് എന്ന ഇത് എഡിറ്റ് ചെയ്ത്
നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇതാക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ എന്താണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോഗോ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഇമേജ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്ലോഡ് ചെയ്യുന്ന വിധം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ ചെയ്താൽ മതി. ആദ്യം അപ്ലോഡ് ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ അപ്ലോഡ് അസറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ഇത്രയും ഞാൻ അപ്ലോഡ് ചെയ്തതാണ് എൻ്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. സോ അവിടെ അപ്ലോഡ് അസറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഇമേജ് ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്ത് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടെ തന്നെ ആ പിക്ചേഴ്സ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഏത് ഫയലാണോ ഏത് ഇമേജാണോ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഇമ്പോർട്ട് ആവുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ AIA ഫയൽ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കമ്പനി നെയിമാണ് നിങ്ങളുടെ നെയിം നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. അവിടെ ലേബൽ 1 എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ അവിടെ നിങ്ങൾക്ക് കാണാം QMax എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ നിങ്ങളുടെ കമ്പനിയുടെ പേരോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ക്യൂബ് എന്ന് മാത്രം കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവിടെ ക്യൂബ് എന്നായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാം. ഞാൻ വീണ്ടും QMax എന്നാക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. QMax എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ബ്ലാക്കോ റെഡോ അങ്ങനെയുള്ള ഇഷ്ടമുള്ള കളറാക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ബ്ലൂ കളറാണ്. ഞാനിപ്പോൾ ഇതിനെ ബ്ലാക്ക് ആക്കി തരാം. ഇവിടെ സെറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് കളറായിട്ട് മാറി. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് സ്ക്രീൻ ഓൺലി ചെയ്യാവുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ അറിയാവുന്നവർക്ക് എഡിറ്റ് ചെയ്യാം. ഇത് പുഷ് നോട്ടിഫിക്കേഷൻ അത് ഞാൻ അടുത്തൊരു അപ്ഡേറ്റിന് വേണ്ടി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഇത് നമുക്ക് എത്ര സെക്കൻഡാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മലയാളം ന്യൂസ് ഞാൻ നേരത്തെ ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചെന്നില്ല. ജസ്റ്റ് 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മെനുവിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയി. അടുത്ത് ഞാനിവിടെ സ്ക്രീൻ എന്ന ഓപ്ഷന് സ്ക്രീൻ സെലക്ട് ചെയ്യുന്നു. അത് നമ്മുടെ മെയിൻ മെനുവില്ലേ ഞാൻ കാണിച്ചത് ഇത് സ്ലൈഡ് ബാറും അതിന് തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ സ്ക്രീൻ ഡിസ്പ്ലേക്ക് എത്തി ഞാൻ കാണിച്ചു തരാം. ഇത് സ്ലൈഡ് ബാർ. ഇത് ഞാൻ ഹൈഡാക്കിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ സ്ലൈഡിൽ നിന്ന് വലിക്കുമ്പോൾ കാണാം. ഇത് നമ്മുടെ മെയിൻ മെനു വെച്ചാൽ നമ്മുടെ ഓരോ ചാനലുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനൽ ഓപ്പൺ ചെയ്യുന്നു. സോ ആദ്യം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ മെയിൻ മെനുവിൽ നിങ്ങൾക്കിവിടെ ഓരോ ഇമേജസ് കാണാം. ആ ഇമേജസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേഞ്ച് ചെയ്യും. ഞാൻ ആദ്യം ഒരു ഇമേജസ് ചേഞ്ച് ചെയ്യാൻ പഠിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് സ്ലൈഡ് ബാറാണ്. ഇത്രയും ആദ്യം തുടക്കത്തിൽ കാണിക്കുക. അത് നമ്മൾ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ അതെപ്പോഴും ഹൈഡായിരിക്കും. താഴത്തെ ഉള്ളത് ഓരോ ഇമേജസ്സാണ്. ആ ഇമേജസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലിൻ്റെ ലോഗോ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഇമേജ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അതുപോലെ എക്സിറ്റിന് നിങ്ങൾക്ക് ഈ പിക്ചർ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഇമേജ് കൊടുക്കാവുന്നതാണ്. അവിടെ ഇമേജ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബേസിക്കായിട്ട് കോഡുലാർ സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇതൊരു ഈസി ടാസ്ക്കാണ്. അല്ലാത്തവർക്ക് ബേസിക് ട്യൂട്ടോറിയൽസ് യൂട്യൂബിലുണ്ട്. അത് കണ്ട് പഠിച്ചതിന് ശേഷം ഈ AIA ഫയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് 24 ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. അതിനകത്ത് ഇമേജ് എന്ന് പറയുന്ന ഫയലുണ്ട്. ആ ഇമേജ് എന്ന് പറയുന്ന ഫയൽ നിങ്ങൾക്ക് എടുത്ത് ഇവിടെ നിങ്ങൾ JPG എന്ന് കൊടുത്തിരിക്കുന്ന അവിടെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. താഴെ ഞാൻ ഇവിടെ പിക്ചർ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ കൊടുക്കാവുന്നതാണ്. പിന്നെ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരിക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഓരോന്നിനും കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കാണാൻ സാധിക്കും. ഞാൻ ഓരോ പേജിനും ക്ലിക്ക് ചെയ്താൽ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആൻഡ് സ്ക്രീൻ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ബേസിക് നോളജ് അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്ന്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഷെയർ ബട്ടണിൽ എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത് അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫയൽ ഷെയർ ചെയ്യുക താഴെ എനിക്കുണ്ട്. പിന്നെ ഇവിടെ അസറ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ഇമേജസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്ത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും. പിന്നെ നമുക്ക് വീണ്ടും ബ്ലോഗ്സിൽ വരാം. ഡിസൈനറിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇമേജ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗോ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ അപ്ലോഡ് ചെയ്ത് മലയാളം ന്യൂസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തമിഴാണെങ്കിൽ തമിഴ് ന്യൂസ് ചാനൽസിൻ്റെ ലോഗോസ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിനുശേഷം നമുക്കിപ്പോൾ ഒരു ചാനൽ നോക്കാം. പിന്നെ 24 ന്യൂസ് ഞാൻ എടുക്കാം. 24 ന്യൂസ് എടുക്കുമ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങിനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു യൂട്യൂബ് പ്ലെയറും പിന്നെ താഴെ 2 ആഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആഡ് വേണ്ടെങ്കിൽ അതിന് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് പ്ലെയർ വെച്ചാണ് ഞാനിപ്പോൾ ചാനൽ ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്.
സോ നമുക്ക് യൂട്യൂബ് പ്ലെയറിനകത്ത് ആദ്യം യൂട്യൂബിനകത്ത് പോയതിന് ശേഷം ഈ ചാനലിൻ്റെ ലിങ്ക് എടുക്കേണ്ടതാണ്. ഇവിടെ നോക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് ഐ ഡി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ആഡ് ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ആഡ് ഇവിടെ കാണാം. ഈ ആഡ് ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ ആഡ് മോബ് എന്ന സൈറ്റിൽ പോയതിനു ശേഷം ക്രിയേറ്റ് ചെയ്ത് ബാനർ ഐ ഡി എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ബ്ലോഗ്സിൽ വരാം. ബ്ലോഗിൽ വരുമ്പോൾ യൂട്യൂബ് വീഡിയോ പ്ലെയർ കാണാം. ഇതിനകത്ത് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഞാൻ കൊടുക്കുന്ന www.youtube.com എന്ന് പറഞ്ഞിട്ട് അത് എനിക്കിപ്പോൾ കാണിച്ചു തരാം. അതാ ഈ ലിങ്ക്, ഈ സെക്ഷനകത്ത് ഈ ലിങ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിനകത്ത് പോയതിന് ശേഷം 24 ന്യൂസ് ചാനലിൻ്റെ ലൈവ് ന്യൂസ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ആ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ യൂട്യൂബിൽ പ്ലേ ആവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിനകത്തൂടെ പ്ലേ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത്. അടുത്ത് നമുക്ക് 24 ചെയ്തു. അടുത്ത് ഇതുപോലെ ഓരോ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ യൂട്യൂബിൽ പോയി കോപ്പി ചെയ്തതിന് ശേഷം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ചാനലിലും വന്ന് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കൂ. ഇതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ നമ്മുടെ ആപ്പിനകത്ത് പ്ലേ ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾ അല്പം ഡിസൈൻസ് എല്ലാം ചെയ്ത് ഒന്ന് മോഡിഫൈ ചെയ്ത് പ്ലേ ആവുന്നതേ ഉള്ളൂ. സോ ഇവിടെ ഞാനിപ്പോൾ ഒരു ഏഷ്യാനെറ്റ് ചാനലിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈരളിയുടെ ആണെങ്കിൽ കൈരളി ചാനലിൻ്റെ യൂട്യൂബ് ലിങ്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ചാനലിലും ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ബ്ലോഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കൊണ്ടുവന്ന് യൂട്യൂബ് വീഡിയോ പ്ലെയർ എന്ന ആ ടാഗിനകത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഈ AIA ഫയൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾക്ക് ഈ AIA ഫയൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ മെയിൽ ID ഒന്ന് ടൈപ്പ് ചെയ്യുക. ഞാനപ്പോൾ നിങ്ങൾക്ക് AIA ഫയൽ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ ആപ്പിൻ്റെ വർക്കിങ്ങും. പിന്നെ നിങ്ങൾക്ക് അവസാനം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ആൻഡ്രോയിഡ് ആപ്പ് ബ്രാക്കറ്റിൽ APK എന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രോജക്റ്റ് ഫയൽ ഒരു APK ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ആപ്പിൻ്റെ APK ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ആപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ AIA ഫയൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ ആഡ് ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ തന്നെ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ആക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് അറിയാനുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. താങ്ക്സ് എവരി വൺ ഈ വീഡിയോ കണ്ടതിന്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക്സ് എവരി വൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.